Dear friends, all of you, welcome to Historia. Historia ക്ലാസ്സിൽ ഇന്ന് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് അനലൈസേഷൻ ആണ്. നമ്മൾ മുന്നത്തെ ക്ലാസ്സിലൊക്കെ ചെയ്ത പോലെ തന്നെ 3 പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളും അത് വളരെ വിശദമായിട്ട് അനലൈസേഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഇന്ത്യയിൽ മിശ്ര കോളനി സമ്പ്രദായം കൊണ്ടുവന്നത് അൽഫോൺസ അൽബുക്കർക്ക് ആയിരുന്നു. ഇന്ത്യയിൽ മിശ്ര കോളനി സമ്പ്രദായം കൊണ്ടുവന്നത് അൽഫോൺസ അൽബുക്കർക്ക് ആയിരുന്നു. രണ്ടാമത് നോക്കാം. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ സതി നിരോധിച്ചിരുന്നു. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യ തലസ്ഥാനം ഗോവ ആയിരുന്നു. 1ഉം 2ഉം മാത്രം ശരിയാണ്, 1ഉം 3ഉം മാത്രം ശരിയാണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ നോക്കാം. അത് മോഡേൺ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. സ്റ്റാർട്ടിംഗ് ഭാഗമാണ് ചോദ്യം. ഇന്ത്യയിൽ മിശ്ര കോളനി സമ്പ്രദായം കൊണ്ടുവന്നത് അൽഫോൺസ ഡി അൽബുക്കർക്ക് ആയിരുന്നു. ഇത് ശരിയാണ്. കാരണം നമ്മൾ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്ന് ഗാമ വരുന്നു, അതിനുശേഷം കബ്രാൾ വരുന്നു, പിന്നീട് അൽമേഡ വരുന്നു, ആദ്യത്തെ വൈസ്രോയിട്ട് അൽമേഡ വരുന്നു. പിന്നീട് പോർച്ചുഗീസുകാരുടെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള വൈസ്രോയി ആയിരുന്നു അൽഫോൺസ ഡി അൽബുക്കർക്ക് എന്ന് പറഞ്ഞു. അദ്ദേഹമാണ് പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള വൈസ്രോയും കൂടിയായിരുന്നു അൽഫോൺസ ഡി അൽബുക്കർ. അദ്ദേഹമാണ് ഇന്ത്യയിൽ മിശ്ര കോളനി സമ്പ്രദായം അല്ലെങ്കിൽ മിക്സഡ് കോളനി സമ്പ്രദായം കൊണ്ട് അൽഫോൺസ ഡി അൽബുക്കർക്കായിരുന്നു. അപ്പോൾ ഈ മിശ്ര കോളനി സമ്പ്രദായം എന്താണെന്ന് വെച്ചാൽ, മിശ്ര കോളനി സിസ്റ്റം അല്ലെങ്കിൽ മിക്സഡ് കോളനി സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലുള്ള യൂറോപ്യന്മാരെ കൊണ്ട്, എസ്പെഷ്യലി പോർച്ചുഗീസുകാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ യൂറോപ്യന്മാരായിട്ടുള്ള ആളുകൾ കൊണ്ട് മിക്കവാറും എല്ലാ യൂറോപ്യന്മാരെ കൊണ്ടും ഇന്ത്യയിലുള്ള വനിതകളെ കല്യാണം കഴിപ്പിക്കുക. ഇന്ത്യയിലുള്ള വനിതകളെ കല്യാണം കഴിച്ചാൽ അതിലുണ്ടാകുന്ന ആ പുതിയ ജനറേഷൻ അതെന്തായിട്ട് മാറും? യൂറോപ്യനായിട്ട് മാറും. നമ്മളിന്ന് പറയുന്ന ആംഗ്ലോ ഇന്ത്യൻസ്. അങ്ങനെ പുതിയ യൂറോപ്യൻ ഒരു കാറ്റഗറി ഉണ്ടാക്കിയെടുക്കുകയും ഇന്ത്യയെ പരിപൂർണമായും ഇന്ത്യൻ ജനതകളുടെ അവരുടെ താല്പര്യങ്ങളെയും വിചാരങ്ങളെല്ലാം യൂറോപ്യനൈസേഷൻ ചെയ്യുന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അൽഫോൺസ ഡി അൽബുക്കർ മിശ്ര കോളനി സമ്പ്രദായം കൊണ്ടുവന്നത്. പറഞ്ഞത് മനസ്സിലായിരിക്കുമല്ലോ. ഇന്ത്യയിലുണ്ടായിരുന്ന യൂറോപ്യന്മാരെ കൊണ്ട്, എസ്പെഷ്യലി പോർച്ചുഗീസുകാരെ കൊണ്ട് ഇന്ത്യയിലെ വനിതകളെ കല്യാണം കഴിപ്പിക്കുക. അതിന് അദ്ദേഹം വളരെ നന്നായി പ്രോത്സാഹിപ്പിച്ചിരുന്നു. അപ്പോൾ അതിലുണ്ടാകുന്ന പുതിയ ജനറേഷൻ എന്ന് പറയുന്നത് ആംഗ്ലോ ഇന്ത്യൻസ്. അവർ ഒരു ആംഗ്ലോ ഇന്ത്യൻസ് എന്നൊരു കാറ്റഗറി ആയിട്ട് മാറുന്നു. അങ്ങനെ ഇന്ത്യക്കാരെ പരിപൂർണമായും അവരുടെ താല്പര്യങ്ങളെയും ചിന്തകളെയും വിചാരങ്ങളെയും എന്താ മാറ്റുക? യൂറോപ്യനൈസേഷനാക്കി മാറ്റുക. ഇതിലാണ് മിക്സഡ് കോളനി സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് കൊണ്ടുവന്ന അൽഫോൺസ ഡി അൽബുക്കർക്കായിരുന്നു. അപ്പോൾ ഒന്നാമത് പറഞ്ഞ ഫാക്റ്റ് ശരിയാണ്. രണ്ടാമത് നോക്കാം. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ സതി നിരോധിച്ചിരുന്നു. ഇങ്ങനെ ഒരു ഫാക്റ്റ് കണ്ടാൽ പൊതുവെ തെറ്റിദ്ധാരണ വരാം. ഇന്ത്യയിൽ സതി നിരോധിച്ചത് വില്യം ബെൻഡിക്കല്ലേ, ഇംഗ്ലീഷുകാരല്ലെന്ന് ഓർക്കുക. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നതിനും പോർച്ചുഗീസുകാർ വന്നപ്പോൾ പോർച്ചുഗീസുകാരുടെ കോളനികളും ഇന്ത്യയിൽ എന്തുണ്ടായിരുന്നു? സതി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനികൾ സതി നിരോധിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനികളിൽ സതി നിരോധിച്ചതും ഈ അൽഫോൺസ ഡി അൽബുക്കർക്കായിരുന്നു. അതേസമയം ഓൾ ഓവർ ഇന്ത്യയിൽ പരിപൂർണമായും സതി നിരോധിച്ചത് ആരാണെന്ന് വെച്ചാൽ അതാണ് വില്യം ബെൻഡിക് 1829. അപ്പോൾ പോർച്ചുഗീസ് കോളനികളിൽ അന്ന് സതി ഉണ്ടായിരുന്നു. ആ പോർച്ചുഗീസ് കോളനികളിൽ പോർച്ചുഗീസുകാർ സതി നിരോധിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. പോർച്ചുഗീസുകാർ സതി നിരോധിച്ചിരുന്നു, പക്ഷെ അത് പോർച്ചുഗീസ് കോളനികളിൽ മാത്രമായിരുന്നു എന്ന് ഓർത്ത് നോക്കുക. പക്ഷേ ഇന്ത്യയിൽ പരിപൂർണമായും സതി നിർത്തലാക്കിയത് ആരാണെന്ന് വെച്ചാൽ അത് വില്യം ബെൻഡിക്കാണ്. 1829. അപ്പോൾ രണ്ടാമത് പറഞ്ഞ നമ്മുടെ ഫാക്റ്റും ശരിയാണ്. ഇനി മൂന്നാമത്തെ നമുക്ക് പോകാം. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യ തലസ്ഥാനം ഗോവയായിരുന്നു. ഇത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യ തലസ്ഥാനം എന്ന് പറയുന്നത് കൊച്ചിയായിരുന്നു. പിന്നീട് 1510 ബീജാപ്പൂർ സുൽത്താൻ്റെ കയ്യിൽ നിന്ന് ഗോവ പിടിച്ചെടുക്കുകയും അവരുടെ പോർച്ചുഗീസുകാരുടെ തലസ്ഥാനം കൊച്ചിയിൽ നിന്ന് എവിടേക്ക് മാറ്റുന്നത്? ഗോവയിലേക്ക് മാറ്റുന്നത്. അപ്പോൾ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യ തലസ്ഥാനം ഗോവ ആയിരുന്നില്ല, കൊച്ചിയായിരുന്നു. പിന്നീട് 1510 ഗോവ പിടിച്ചെടുത്ത് ഗോവയിലേക്ക് മാറ്റുന്നത്. അതും അൽഫോൺസ ഡി അൽബുക്കർക്കായിരുന്നു. അപ്പോൾ ഈ ചോദ്യത്തിൽ 1ഉം 2ഉം മാത്രം ശരിയാണ്. മൂന്നാമത്തെ പറഞ്ഞത് തെറ്റാണ്. 1, 2 മാത്രം ശരിയാണ്. ക്ലിയർ ആയിരിക്കുമല്ലോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായത് ഏതെല്ലാം? മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ട്.
മൗലിക അവകാശങ്ങൾ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും മാത്രമേ ചോദ്യം ചെയ്യാനാകൂ. മൗലിക അവകാശങ്ങൾ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും മാത്രമേ ചോദ്യം ചെയ്യാനാകൂ. മൗലിക അവകാശങ്ങൾ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ്. നോക്കാം, എല്ലാം ശരിയാണ്, 1, 3 ശരിയാണ്. നമുക്ക് നോക്കാം. മൗലിക അവകാശങ്ങളെ റദ്ദ് ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ട്. ഇത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. നമുക്കറിയാം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കിട്ടിയ അത് റദ്ദ് ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ട്. അങ്ങനെയാണല്ലോ നമ്മുടെ 44-ാം ഭേദഗതിയിൽ സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം റദ്ദ് ചെയ്ത് പാർലമെൻറ്റായിരുന്നു. ക്ലിയർ ആയില്ലോ? അപ്പോൾ പാർലമെൻറ്റ് മൊത്തത്തിൽ നമ്മുടെ ഭരണഘടന മൊത്തത്തിൽ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പാർലമെൻറ്റിനാണ്. ഭരണഘടന ടോട്ടലി ഭേദഗതി ചെയ്യാനുള്ള അവകാശം പരിപൂർണമായും ആർക്കാണ്? പാർലമെൻറ്റിനാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടന എന്ന് പറഞ്ഞാൽ തന്നെ ഓർത്തുക, ഇല്ല മൗലിക അവകാശങ്ങളോ മറ്റെന്ത് ക്ലോസുകളാണെങ്കിലും അതെല്ലാം ഭേദഗതി ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? പാർലമെൻറ്റിനുണ്ട്. 44-ാം ഭേദഗതി ഓർത്തു വയ്ക്കുക. സ്വത്ത് സമ്പാദിക്കാനുള്ളത് ഡിലേറ്റ് ചെയ്തതും ഓർത്തു വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ട് എന്നുള്ള ഒന്നാമത്തെ ഫാക്റ്റ് ശരിയാണ്. മൗലിക അവകാശങ്ങൾ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും മാത്രമേ ചോദ്യം ചെയ്യാനാകൂ. ശരിയാണോ തെറ്റാണോ? ഇത് പരിപൂർണമായും ശരിയാണ്. നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട എന്ത് കേസുകളാണെങ്കിലും അത് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും മാത്രമേ നമുക്ക് ചോദ്യം ചെയ്യാനാകൂ. നമുക്കറിയാം, ഇപ്പോൾ മറ്റു ചില സിവിൽ കേസുകളാണെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട സിവിൽ കേസുകളാണെങ്കിൽ നമുക്ക് മുൻസിഫ് കോടതിയിൽ പോകാം. മറ്റ് ക്രിമിനൽ കേസുകളാണെങ്കിൽ നമുക്ക് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് പോകാൻ പറ്റൂ. ഇതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട എന്ത് കേസുകളും ഹൈക്കോടതികളിലും സുപ്രീം കോടതിയിലും മാത്രമേ പോകാൻ കഴിയൂ. അവിടെ മാത്രമേ അത് ചോദ്യം ചെയ്യാനോ അതിന് താഴെയുള്ള ഒരു കോടതികളിലും നമുക്ക് എന്ത് പറ്റില്ല, മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ കഴിയുന്നതല്ല. സോ രണ്ടാമത് പറഞ്ഞ ഫാക്റ്റും ശരിയാണ്. ഇനി മൂന്നാമത്തെ നോക്കാം. മൗലിക അവകാശങ്ങൾ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ്. ശരിയാണോ തെറ്റാണോ? സംശയമൊന്നും വേണ്ട, ശരിയാണ്. മൗലിക അവകാശം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന പ്രകാരം നമുക്ക് രാഷ്ട്രം ഉറപ്പ് നൽകുന്ന അവകാശങ്ങളാണ്. അപ്പോൾ അവിടെ മൗലിക അവകാശങ്ങൾ ഓർത്തുക, ഭരണഘടന പ്രകാരം രാഷ്ട്രം ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ ഓർത്തു വയ്ക്കുക, മൗലിക അവകാശങ്ങൾ നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ തന്നെയാണ്. ഒരു സംശയം വേണ്ട. സോ ഈ ചോദ്യത്തിൽ എല്ലാ ഫാക്റ്റുകളും ശരിയാണ്. എല്ലാം ശരിയാണെന്ന ഫാക്ട് ഇതിൽ പറഞ്ഞ 3 ഫാക്റ്റുകളും ശരിയാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഇലക്ടറൽ കോളേജാണ്. ഇലക്ടറൽ കോളേജിൽ ഡൽഹി ഉൾപ്പെടുന്നുണ്ട്. ഇലക്ടറൽ കോളേജിൽ എല്ലാ സംസ്ഥാന നിയമനിർമ്മാണ സഭകളും പങ്കെടുക്കുന്നു. ഇലക്ടറൽ കോളേജിൽ എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും അംഗങ്ങൾ പങ്കെടുക്കുന്നു. നമുക്ക് നോക്കാം, ഫാക്റ്റുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഫാക്റ്റ്, രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ടറൽ കോളേജാണ്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. രാഷ്ട്രപതിയെ ഇലക്ടറൽ കോളേജാണ് തിരഞ്ഞെടുക്കുക. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടിംഗ് സിസ്റ്റം എന്ന് പറയാം. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടിംഗ് സിസ്റ്റത്തിലൂടെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ടറൽ കോളേജാണ്. അപ്പോൾ ഒന്നാമത്തെ ഫാക്റ്റ് ശരിയാണ്. രണ്ടാമത്തെ നമുക്ക് നോക്കാം. ഇലക്ടറൽ കോളേജിൽ ഡൽഹി ഉൾപ്പെടുന്നുണ്ടോ? ഡൽഹി പോണ്ടിച്ചേരി അല്ലെങ്കിൽ ഡൽഹി പുതുച്ചേരി. ഇലക്ടറൽ കോളേജിൽ ഡൽഹിയും പുതുച്ചേരിയും ഉൾപ്പെടുന്നുണ്ട്. സോ രണ്ടാമത് പറഞ്ഞതും ശരിയാണ്. മൂന്നാമത്തെ ഫാക്റ്റ് നോക്കാം. ഇലക്ടറൽ കോളേജിൽ എല്ലാ സംസ്ഥാന നിയമനിർമ്മാണ സഭകളും പങ്കെടുക്കുന്നു. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. നമ്മുടെ ഇലക്ടറൽ കോളേജിൽ എല്ലാ സംസ്ഥാന നിയമനിർമ്മാണ സഭകളും പങ്കെടുക്കുന്നുണ്ട്. ഓർത്തുവയ്ക്കുക, നിയമനിർമ്മാണ സഭകൾ പങ്കെടുക്കുന്നു, പക്ഷേ നിയമനിർമ്മാണ സമിതി പങ്കെടുക്കുന്നില്ല. തെറ്റരുത്. നിയമനിർമ്മാണ സഭ പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ നിയമനിർമ്മാണ സമിതി പങ്കെടുക്കുന്നില്ല. സോ മൂന്നാമത് പറഞ്ഞ ഫാക്റ്റും ശരിയാണ്. ഇലക്ടറൽ കോളേജിൽ എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും അംഗങ്ങളും പങ്കെടുക്കുന്നു. ഓർത്തു വയ്ക്കുക, ഇത് തെറ്റാണ്. കാരണം ഇലക്ടറൽ കോളേജിൽ നമ്മുടെ രാഷ്ട്രപതി എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ഷുഡ് ബി ഇലക്റ്റഡ് ബൈ പീപ്പിൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എന്ന് പറയും. നമ്മുടെ രാഷ്ട്രത്തലവൻ ജനങ്ങൾ നേരിട്ടോ അല്ലാതെ തിരഞ്ഞെടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ മാത്രമേ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ സാധ്യമാകൂ. അതുകൊണ്ട് തന്നെ എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളും പങ്കെടുക്കുന്നില്ല. ഡൽഹി, പോണ്ടിച്ചേരി മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. കാരണം നമുക്കറിയാം, മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലൊന്നും
നിയമനിർമ്മാണ സഭയിൽ നിയമനിർമ്മാണ സഭയുള്ള രണ്ട് കേന്ദ്ര ഭരണപ്രദേശങ്ങളാണ്, ഒന്ന് ഡൽഹി, മറ്റൊന്ന് പുതുച്ചേരി. അതിനുശേഷം ഇപ്പോൾ ജമ്മു കാശ്മീർ കൂടി വരുന്നു. അവിടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ജമ്മു കാശ്മീർ. അവിടെ വരുന്നത് ഇതേപോലെ തന്നെ നിയമനിർമ്മാണ സഭ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലഘട്ടം ജമ്മു കാശ്മീരും ലഡാക്കും കൂടി ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഓർത്ത് വയ്ക്കുക, ഇലക്ട്രൽ കോളേജിൽ എല്ലാ കേന്ദ്ര ഭരണപ്രദേശങ്ങളും പങ്കെടുക്കുന്നില്ല, ഡൽഹിയും പോണ്ടിച്ചേരിയും മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. സോ ഇതിൽ നാലാമത് പറഞ്ഞ ഫാക്റ്റ് തെറ്റാണ്. ഇലക്ട്രൽ കോളേജ് എല്ലാ കേന്ദ്ര പ്രദേശങ്ങളെയും അംഗങ്ങൾ പങ്കെടുക്കുന്നു, തെറ്റാണ്. എല്ലാ കേന്ദ്ര പ്രദേശങ്ങളില്ല, ഡൽഹിയും പോണ്ടിച്ചേരിയും മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജാണ്. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടിംഗ് സിസ്റ്റത്തിലൂടെയാണ്. ഇലക്ട്രൽ കോളേജിൽ ഡൽഹിയുണ്ട്, പോണ്ടിച്ചേരിയുണ്ട്. ഇലക്ട്രൽ കോളേജിൽ എല്ലാ സംസ്ഥാന നിയമനിർമ്മാണ സഭകളും പങ്കെടുക്കുന്നു. ഓർത്ത് വയ്ക്കുക, നിയമനിർമ്മാണ സഭയാണ്, സമിതിയല്ല. ബീഹാർ, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ്. നിയമനിർമ്മാണ സഭയുമുണ്ട്, നിയമനിർമ്മാണ സമിതിയുണ്ട്. അപ്പോൾ അതിൽ സഭയിലെ അംഗങ്ങൾ മാത്രമേ രാഷ്ട്രപതിയെ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നുള്ളൂ. നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ മാത്രമേ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിയമസമിതി ഇല്ല. ഓർത്തേക്ക് നിയമനിർമ്മാണ സമിതിയുണ്ട്, സഭയുണ്ട്, പക്ഷേ സഭയിലെ അംഗങ്ങൾ മാത്രമേ ഇലക്ട്രൽ കോളേജിൽ പങ്കെടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഇലക്ട്രൽ കോളേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ക്ലിയർ ആയിരിക്കുമല്ലോ? അപ്പോൾ ഇത്രയും 3 ചോദ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങളും അതിൻ്റെ അനലൈസേഷൻ നല്ലൊരു ഭംഗിയായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസുകളും